നമ്മൾ ഹെന്ന ആർട്ടിസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരു സ്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മെഹന്തി ഇടുന്നതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഹിന്ദിയിലാണ് സംസാരിച്ചത്. നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, അയാളുടെ സിസ്റ്റർ ആലപ്പുഴയിൽ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് മെഹന്തി ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ഓഗസ്റ്റ് 25 എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഒന്ന് റെഫറൻസ് അയച്ചു തരാൻ പറഞ്ഞു വാട്സപ്പിൽ. ഞാൻ അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് റേറ്റ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ അയാൾ അയച്ചിട്ടുണ്ട്. ഒരു ഫുൾ ബ്രൈഡൽ മെഹന്തിക്ക് എങ്ങനെയാണോ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസും എലിഫൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് അയച്ചു തന്നു, ബ്രൈഡ് ഇടുന്ന പോലത്തെ ഡിസൈൻ. അപ്പോൾ ഓക്കെ, ഞാൻ ചോദിച്ചു ഡേറ്റ് 25 അല്ലേന്ന് ചോദിച്ചപ്പം പുള്ളി ഉടനെ ഡേറ്റ് മാറ്റി 27 പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ഡൗട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് പുള്ളി ഉടനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു 27 ഡേറ്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തല്ലോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് എന്ന് അയാൾ ടൈപ്പ് ചെയ്ത് അയച്ചിട്ട് ഒരു 10-15 പ്രാവശ്യം എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. വാട്സപ്പ് കോളാണെങ്കിലും നോർമൽ കോളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇയാളോട് ഞാൻ ഉടനെ ചോദിച്ചു, ഞാൻ റേറ്റ് പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു. ഓൾറെഡി എനിക്കിതുപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് മനസ്സിലായി എന്താണെന്നുള്ളത്. നമുക്കിതുപോലെ അവർ ഫേക്കായിട്ടുള്ള സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്ത് അയക്കും. നമ്മൾ കരുതും അവരിതുപോലെ പേയ്മെൻറ്റ് ചെയ്തു എന്ന് കരുതും. ഇത് ഓൾറെഡി ഞാൻ പേയ്മെൻറ്റ് ചെയ്യാതെ അവൻ്റെ ടൈമിങ് തെറ്റിപ്പോയി, അതാണ് സംഭവം. ഞാൻ പേയ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് പുള്ളി അത് കയറി അങ്ങ് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ അവരെനിക്ക് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്ന സ്ക്രീൻഷോട്ട് നമുക്കത് സെൻഡ് ചെയ്ത് തന്നേനെ. നമുക്ക് ചിന്തിക്കാനുള്ള ടൈം അവരവിടെ തരില്ല. ഈ സ്ക്രീൻഷോട്ട് നമുക്കത് അയച്ചു തന്ന ഉടനെ തന്നെ അവർ പറയും, ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു, ആ പേയ്മെൻറ്റ് തിരിച്ചിടാവോ. ഇപ്പോൾ നമ്മൾ സപ്പോസ് 500 ആണ് അഡ്വാൻസ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു 2 പൂജ്യം കൂടുതൽ ഇടുകയോ അല്ലെങ്കിൽ ആ 500ൻ്റെ ഫ്രണ്ടിൽ ഒരു ഒന്നിട്ടിട്ട് 15,000 അറിയാതെ അയച്ചു, ബാക്കി എമൗണ്ട് തിരിച്ചിങ്ങോട്ട് ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടായിരിക്കും അവരിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിന്തിക്കാനുള്ള ടൈം അവിടെ തരില്ല. അവിടെയാണ് അവരുടെ വിജയം.